Hi guys, welcome to Shank's Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെർട്ടർ സ്പ്ലിറ്റ് ഏസിയുടെ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ടാസ്ക്. നമുക്ക് അതിന് ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ കൂടുതൽ ഡസ്റ്റ് ഉണ്ട്, കൂടുതൽ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോയിൽസിൽ കംപ്ലീറ്റ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ചെറിയ ഐറ്റംസ് മതി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഡൈക്കിൻ്റെ ഇൻവെർട്ടർ എ സി ആണ്. ഓക്കെ, ഡൈക്കിൻ്റെ ഇൻവെർട്ടർ എ സി ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് more than 6 years ആയി. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FTKV50 NRV16 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, സ്പ്ലിറ്റ് എ സി ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്യണമെന്ന് കൊണ്ട് കാണാം. ആദ്യം നമ്മൾ ഇതിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുക, നമ്മുടെ സോക്കറ്റിൽ നിന്ന് നമ്മുടെ പിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എ സിയുടെ ഫിൽറ്ററിന് കുഴപ്പമില്ല, എ സി ബാക്കി യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ എപ്പോഴും സേഫ് അതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഫിൽറ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹാച്ച് പോലെ ഉണ്ട്, അതും രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സെയിം ചെയ്തിട്ട് പുറത്തേക്ക് പുഷ് ചെയ്താൽ മതി. പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഫിൽറ്റേഴ്സ് വരുന്നത്. ഇത് ഞാൻ ഒരു 1 week മുമ്പ് ക്ലീൻ ചെയ്തതാണ് ഫിൽറ്റേഴ്സ്. അപ്പോൾ അധികം ഡസ്റ്റ് ഇല്ല അതിനകത്ത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ഫിൽറ്ററും കൂടിയുണ്ട്. 2 ഫിൽറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് 2 ഫിൽറ്റേഴ്സും നമ്മൾ അയച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. വാട്ടറിൽ വാഷ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ 2 ഫിൽറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കോയിൽസ്, ഇവിടെയാണ് കോയിൽസ് വരുന്നത്, ഇതിനകത്താണ് ഡ്രമ്മ് വരുന്നത്, ഇതാണ് ഫ്ലാപ്പ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ഹൈറ്റിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ നിന്നോളും. നമുക്ക് ഇവിടുത്തെ സ്ക്രൂസൊക്കെ ഉണ്ട്, സ്ക്രൂസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ യൂണിറ്റ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിലിലേക്കുള്ള ആക്സസ് കിട്ടുള്ളൂ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. സ്ക്രൂ റിമൂവ് ചെയ്യുക. ഇതേപോലെ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലാപ്പ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഫ്ലാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് ബാക്കിലേക്കൊന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇതേപോലെ ഉണ്ട്. നോക്കണ്ട, ഈ രണ്ടും നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ ഇവിടെയുണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇതേപോലെ തന്നെ റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലാപ്പ് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയും നമുക്ക് സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, ഫ്ലാപ്പ് നിങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ 2 സ്ക്രൂവും കൂടി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാ സ്ക്രൂസും നമ്മൾ റിമൂവ് ചെയ്തു. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ഇതിപ്പോൾ നമ്മുടെ യൂണിറ്റ് ലൂസായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനുണ്ട്. ഈ ലാച്ച് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് ഈ യൂണിറ്റ് കുറച്ച് ലൂസായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പൊക്കി എടുക്കാൻ പറ്റും. കണ്ട, ഇപ്പോൾ റിമൂവ് ആയിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് സൈഡിലേക്ക് പുഷ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിലേക്ക് പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതും ചെയ്യുക, ഇപ്പുറത്തെ സൈഡും ചെയ്യുക. ഇപ്പം 3 ലാച്ചും എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 3 ലാച്ചും നമ്മൾ കണക്ഷൻ വിടിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിറ്റ് പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമ്മൾ 3 ഹാച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എല്ലാ സ്ക്രൂസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എ സിയുടെ കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ കോയിൽസ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു 5 to 6 months മുമ്പ് ക്ലീൻ ചെയ്തതാണ്. അധികം ഡസ്റ്റൊന്നുമില്ല, എന്നിട്ടുണ്ടെങ്കിലും ചെറിയ രീതിയിലുണ്ട്. ഓക്കെ, ഈ സൈഡിലേക്കാണ് കുറച്ച് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കളയാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ ഡ്രമ്മിൻ്റെ ഏരിയയാണ്. ഓക്കെ,
ഡ്രമ്മിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഡ്രമ്മ് വരുന്നത്, ബ്ലോവർ ഡ്രമ്മാണ്. ഈ ഡ്രമ്മിലും നമുക്ക് ഡസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രമ്മ് ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ എയർ ഫ്ലോ നല്ല ഹൈ ആവും. ഓക്കെ, കണ്ടോ ഇതിനകത്തൊക്കെ ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഈ കോയിൽസിൻ്റെ സെക്ഷനും പിന്നെ ഈ ഡ്രംസുമാണ്. പിന്നെ ഇവിടെയുള്ള ഡസ്റ്റും കൂടി നമുക്ക് കളയണം. ഓക്കെ, ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. എൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഡ്രമ്മ് നമുക്ക് ബ്രഷ് ചെയ്തിട്ട് ഡസ്റ്റ് കളയാം. ഓക്കെ, ഇത് പിന്നെ കണക്ഷൻസൊക്കെയാണ്, നിങ്ങൾക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കോയിൽസും ഈ ഡ്രംസും മാത്രം നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇൻഡോർ യൂണിറ്റിൻ്റെ. ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ നിങ്ങൾക്കൊരു ബ്രഷ് കിട്ടും. ഈ ബ്രഷ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രമ്മ് കംപ്ലീറ്റും ഇവിടുത്തെ ഡസ്റ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലാപ്പ് ടൈപ്പ് ഇതിനകത്ത് ഇത്തിരി ടൈറ്റ് ആയത് കാരണമാണ് നമ്മുടെ AC കുറച്ച് പഴയതായത് തന്നെ റിമൂവ് ചെയ്യാത്തത്. ചിലപ്പോൾ അത് ബ്രേക്കായി പോകും. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. എൻ്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് ഗ്യാപ്പുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഡ്രമ്മ് ഒന്ന് ബ്രഷ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു കൈ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഡ്രമ്മ്. ഓക്കെ, ഇങ്ങനെ ഡ്രമ്മ് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് ബ്രഷ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളുടെ അപ്പോൾ ഡ്രമ്മിൻ്റെ ഡസ്റ്റൊക്കെ പോവും. കൂടുതൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രമ്മും കൂടി റിമൂവ് എടുത്തിട്ട് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ വലിയ ഡസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആദ്യം ഡ്രമ്മ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്ലോ കുറവാണെങ്കിൽ, വിൻഡിൻ്റെ ബ്ലോ കുറവാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഡ്രമ്മായിരിക്കും ഡസ്റ്റ് അയക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഷ് ചെയ്ത് ഒരുവിധം ഡസ്റ്റ് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ട് ഈ ഡ്രം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കളയാം. ഇതിപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരുവിധം പോവുള്ളൂ. ഓക്കെ, നമുക്ക് അത്രയും മതി. അപ്പോൾ ബ്ലോ ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ കോയിൽ ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം, ഒരു മഗ്ഗിൻ്റെ വെള്ളം, നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു നല്ല ബ്രഷ്. ഓക്കെ, പഴയ പെയിൻറ്റിൻ്റെ ബ്രഷ് ആയാലും മതി, നല്ല ബ്രഷ്, ഡസ്റ്റൊന്നും ഇല്ലാത്തൊരു ബ്രഷും കുറച്ച് വെള്ളവും. ഓക്കെ, ഇത്രയും മാത്രമേ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഉള്ളൂ. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. ഈ വാട്ടറിലേക്ക് നമ്മൾ ഈ ബ്രഷ് ഡിപ്പ് ചെയ്യാണ്. കംപ്ലീറ്റ് ഡിപ്പ് ചെയ്യരുത്. കംപ്ലീറ്റ് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേത്തേക്ക് വരും. ഓക്കെ, ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് സൈഡിൽ വെച്ചിട്ട് സ്ക്വീസ് ചെയ്തിട്ട്, അപ്പോൾ ചെറിയൊരു എമൗണ്ട് വാട്ടർ വരുന്നുള്ളൂ. നമ്മുടെ ഈ കോയിൽസിൽ വെച്ചിട്ട് നമ്മൾ ടോപ്പ് ടു ബോട്ടം വൈപ്പ് ചെയ്യുക. ഇതേപോലെ തന്നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുക. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ. ഇനി നമ്മുടെ താഴത്തെ കോയിൽ 2 സെക്ഷനായിട്ടാണ്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട് നടുക്ക്. ടോപ്പ് ടു ബോട്ടം വൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ. പിന്നെയും നമ്മൾ ഡിപ്പ് ചെയ്യുക. ഈ പ്രൊസീജിയർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവണ വരെ. അപ്പോൾ നമ്മുടെ കോയിൽസ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന്. കൂടുതൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ചേഞ്ച് ചെയ്യണം നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കോയിൽ ഇതേപോലെ നീറ്റാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രമ്മും ചെയ്യണ കണ്ടു എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന്. ഇത് രണ്ടും ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ബ്രഷ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കളയാം, അവിടെ എവിടേക്ക് ഇരിക്കുന്ന പൊടിയും ഡസ്റ്റും ഒക്കെ. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലാപ്പാണ്. ഓക്കെ, അതിൻ്റെ മറ്റേ ഫ്ലാപ്പും ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ആ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പ്ലാസ്റ്റിക് കവർ നമ്മൾ റിമൂവ് ചെയ്തേക്കണം കവർ, അത് നമ്മൾ വെറ്റ് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തിരിച്ച് മൗണ്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ മറ്റേ ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം ഡസ്റ്റ് പോകും. പിന്നെ നമ്മളൊരു വെറ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറ്റ് ക്ലോത്തും വെച്ച് വൈപ്പ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ പുറത്തെ കവറും ഈ ഫ്ലാപ്പും നല്ല നീറ്റാവും. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ ഹാച്ച് കുറച്ച് ഇവിടെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹാച്ച് വീണു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഹാച്ച് ഇടുക. ഇതേപോലെ തന്നെ കണ്ടോ, അതും വീണു. ഇതേപോലെ തേർഡ് ഹാച്ചും കൂടി ഉണ്ട് ഇവിടെ. ഈ ഹാച്ച് നമ്മൾ ഇട്ടു. അപ്പോൾ 3 ഹാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്രൂസ് ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ക്രൂസ് എടുത്തിട്ട് നമുക്ക് സ്ക്രൂസ് ഫിക്സ് ചെയ്യാം. നമുക്കിനി ഫ്ലാപ്പ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഒരു സൈഡ് കയറ്റുക, മറ്റേ സൈഡും കയറ്റുക. എന്നിട്ട് നിങ്ങൾ ഈ സൈഡ് ഇതേപോലെ തന്നെ ആ കറക്റ്റ് പൊസിഷനിലിടണം. ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ പൊസിഷനിലിടണം. ഓക്കെ, നമ്മുടെ ഫ്ലാപ്പ് കഴിഞ്ഞു, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ടൈറ്റാണോ? ഇനി നമ്മുടെ ഫിൽറ്റേഴ്സ് നമുക്ക് വാഷ് ചെയ്തിട്ട് തിരിച്ച് മൗണ്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ്, ഇൻഡോറിൻ്റെ അപ്പോൾ എല്ലാ സെക്ഷനും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റും കൂടി ക്ലീൻ ചെയ്യാം. എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് AC ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ കൂളിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഇതിനകത്ത് വലിയ ഡസ്റ്റ് ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണ കാരണം ഇപ്പോൾ ഒരു 2 വീക്സേ ആയിട്ടുള്ളൂ. ഇതൊക്കെ ഡസ്റ്റാണ്, നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇത് ടൈറ്റാനിയം എയർ പ്യൂരിഫയർ ഫിൽറ്ററാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാം വാട്ടറിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിടുക. എന്നിട്ട് ഷെയ്ഡിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ തിരിച്ച് മൗണ്ട് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഈ ഫിൽറ്റർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എയർ പ്യൂരിഫിക്കേഷൻ എന്നുള്ളൊരു ഫിൽറ്ററാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് മൗണ്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫിൽറ്ററിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ക്ലീൻ ചെയ്യണ സാധാരണ റണ്ണിങ് വാട്ടറിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് റണ്ണിങ് വാട്ടറിൽ ഇത് വാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ഡസ്റ്റ് ഇല്ല. നല്ല ഡസ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ മറ്റേ ഫിൽറ്ററും ചെയ്യുക. ടൈറ്റാനിയം എയർ പ്യൂരിഫയർ ഫിൽറ്റർ നമുക്ക് സോക്ക് ചെയ്യണം ഒരു 10 to 15 മിനിറ്റ്സ്. ജസ്റ്റ് ഒരു വാം വാട്ടർ, സോപ്പ് വാട്ടർ അല്ലെങ്കിൽ വാം വാട്ടറിൽ നമ്മൾ സോക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം തിരിച്ച് വയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതും ശരിക്ക് ഡ്രൈ ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുന്നതായിരിക്കും അഡ്വൈസബിൾ. നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് വാട്ടർ കളഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് മൗണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എയർ പ്യൂരിഫയർ ടൈറ്റാനിയം ഫിൽറ്റർ ഇതേപോലെ തന്നെ തിരിച്ച് അറ്റാച്ച് ചെയ്യാം. നമ്മൾ ആദ്യം റിമൂവ് ചെയ്തേക്കുന്ന പ്രൊസീജിയർ തന്നെ തിരിച്ച് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ യൂണിറ്റായിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാം ഇൻഡോർ യൂണിറ്റിലേക്ക്. നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വാഷ് ചെയ്തേക്കുന്ന ഫിൽറ്റർ തിരിച്ച് വയ്ക്കാം. ഈ ഫിൽറ്റർ കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വയ്ക്കുന്നത്. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. ഓക്കെ, ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് ഡസ്റ്റാണ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഹോസിൽ റണ്ണിങ് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ ആ ബാക്ക് സൈഡ് കോയിലിൻ്റെ ഏരിയ നമുക്കിതേപോലെ തന്നെ ഈ റണ്ണിങ് വാട്ടറും ഹോസും വെച്ചിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഡസ്റ്റുള്ള ഏരിയയിൽ ബാക്ക് സൈഡും കോയിൽ വരുന്ന ഏരിയാസിലൊക്കെ ഇതേപോലെ നമുക്ക് ഹോസും വാട്ടറും റണ്ണിങ് വാട്ടറും വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഔട്ട്ഡോർ യൂണിറ്റിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തേക്കണ കാരണം നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾ കണ്ടു സിറ്റുവേഷൻ, ഇപ്പോൾ കണ്ടോ ഡസ്റ്റുകളൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നല്ല കൂളിംഗ് ഉണ്ട്. നേരത്തെക്കാളും നല്ല ബ്ലോറും നല്ല എഫിഷ്യൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമുക്ക് കോയിൽസും ഈ ബ്ലോറും ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെന്ന്. നമുക്ക് ഇൻഡോർ യൂണിറ്റും അതുപോലെ ഔട്ട്ഡോർ യൂണിറ്റിലും നമുക്ക് എങ്ങനെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇതേപോലെ നമ്മുടെ ഏരിയയിലെ ഡസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യണം. എവറി 6 months അല്ലെങ്കിൽ 1 year ചെയ്യേണ്ടി വരും. നമ്മുടെ ഫിൽറ്റർ ഇതേപോലെ തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണം. എവറി 2 weeks എങ്കിലും മിനിമം ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറണ്ട് കൺസപ്ഷനും കുറവായിരിക്കും എ സിയുടെ. ഓക്കെ, നല്ല കൂളിങ്ങും നിങ്ങൾക്ക് റൂമിൽ കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഡൈക്കിൻ്റെ മോഡലാണ്. ഇപ്പോൾ നിങ്ങളുടെ എ സിയുടെ ഈ പോലെ ലാച്ചസും ഇതും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.